നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചു. ഈ കന്നി ബജറ്റിലൂടെ കേരളത്തിൻ്റെ ദീർഘകാല വീക്ഷണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. എല്ലാ തലത്തിലും തൊട്ടുകൊണ്ട്, എന്നാൽ ഭാവിയിൽ കേരളം എങ്ങനെ വികസിക്കണം, ഏതെല്ലാം തരത്തിലുള്ള വികസനം കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ പുതുക്കിയ ബജറ്റ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും ക്ഷേമ പദ്ധതികൾക്ക് വേഗത കൂട്ടാനും ലക്ഷ്യമിടുന്നതാണ് ബജറ്റെന്ന് ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ, മുൻ സർക്കാർ കൊണ്ടുവന്ന വികസന മാതൃകകളെ തകർക്കുന്നതാണ് പുതിയ ബജറ്റ് എന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്ത്. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു കോഴ്സ് കറക്ഷൻ ആണെന്നാണ് ഭരണപക്ഷത്തിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സമാഹരണം ലക്ഷ്യം വെച്ചുള്ള ബജറ്റിൽ മുൻ സർക്കാർ വരുത്തിവെച്ച കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധിയും തുറന്നു കാട്ടിക്കൊണ്ട് വരുമാന വർധനവിനായി പുതിയ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. കിഫ്ബിയുടെ ഘടനയിലും പദ്ധതികളിലും നിക്ഷേപങ്ങളിലും സമഗ്ര മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണെന്നും കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ പിന്നോട്ട് അടിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ആ ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് വലിയ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ആകില്ല എന്ന് എല്ലാവർക്കും അറിയാം. തുടക്കം കാണുമ്പോൾ ഒരു പ്രഹസനം പോലെയുണ്ട്. ഈ ബജറ്റ് വരുമ്പോൾ ജീവനക്കാർക്കാകെ വിസ്മയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞാനൊരു വിസ്മയവും കണ്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ജീവനക്കാർക്ക് എന്താണ് വിസ്മയം ഉണ്ടാക്കാനായത് എന്നത്. കഴിഞ്ഞ സർക്കാർ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ ജനക്ഷേമ പദ്ധതികളെയും കിഫ്ബി വികസനങ്ങളെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അധിക വരുമാന സമാഹരണത്തിന്റെ പേരിൽ ജനങ്ങൾക്കുമേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളെ പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. മുൻ സർക്കാരിന്റെ വികസന മാതൃകകളെ കരിതേച്ചു കാണിക്കാനാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഒരു വശത്ത് യു.ഡി.എഫ് സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കാനും സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള വെല്ലുവിളി നേരിടുകയാണ്. എന്നാൽ മറുവശത്ത് നിലവിലുള്ള വികസന പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കടബാധ്യതകൾ കുറച്ചുകൊണ്ട് എങ്ങനെ ജനക്ഷേമവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിനെ ആശ്രയിച്ചിരിക്കും പുതിയ ബജറ്റിന്റെ വിജയം. ഭരണമാറ്റത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് ആയതുകൊണ്ട് തന്നെ സഭയ്ക്കകത്തും പുറത്തും വരും ദിവസങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്ക് വഴിവെക്കും. പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വരും നാളുകളിൽ കണ്ടറിയാം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ മികച്ച വിജയമാണ് യു.ഡി.എഫ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റത്തിൽ പ്രതിസന്ധിയിലായ കർഷകർക്കും തീരദേശ ജനതയ്ക്കും ബജറ്റ് നൽകുന്ന ആശ്വാസങ്ങളെ ഭരണപക്ഷം ഉയർത്തിക്കാട്ടുമ്പോൾ പ്രഖ്യാപിച്ച തുകകൾ ആവശ്യത്തിന് തികയില്ലെന്നാണ് പ്രതിപക്ഷവാദം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ട് വിഹിതം കുറയുന്നതും കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങളുമാണ്. യു.ഡി.എഫ് സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നത് പ്രധാനമാണ്. കേന്ദ്രവിഹിതം നേടിയെടുക്കുന്നതിൽ യു.ഡി.എഫ് സർക്കാരിന്റെ തന്ത്രങ്ങളും കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ധനസമാഹരണം നടത്താനുള്ള ധനമന്ത്രിയുടെ പ്രായോഗിക നീക്കങ്ങളും ഈ ബജറ്റിന്റെ നിർണായക പരീക്ഷണമായിരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള പദ്ധതികൾ ബജറ്റിലുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് തടയാൻ ഇത് എത്രത്തോളം പര്യാപ്തമാണെന്ന ചോദ്യം ബാക്കിയാകുന്നു. കണ്ണു മൂടിക്കെട്ടി ഒറ്റയാൻ സമരം.
ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ ജീർണാവസ്ഥയിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകനായ ജയൻ ജോസഫ് നീതിയുടെ തുലാസ് കയ്യിലേന്തി കണ്ണു മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കോടതിക്കുള്ളിൽ ഇഴജന്തുക്കളും മരപ്പെട്ടി അടക്കമുള്ള നാൽക്കാലികളും വാസമുറപ്പിച്ചതാണ് പ്രതിഷേധ സമരം നടത്താനിടയായ സാഹചര്യമെന്ന് ജയൻ ജോസഫ് വിവരിച്ചു. കോടതി മുറിയിൽ കയറാൻ മജിസ്ട്രേറ്റ് അടക്കം അഭിഭാഷകരും ഉദ്യോഗസ്ഥരും കക്ഷികളും ഭയക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 8 വർഷമായിട്ടും പണിതീരാത്ത കോടതി സമുച്ചയം പണിതീരാത്തതുകൊണ്ടാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എത്രയും വേഗം പണികൾ പൂർത്തീകരിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ജയൻ ജോസഫ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. എരുമപ്പെട്ടിയിൽ നടന്ന ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിയായി KS റോസൽ രാജിനെയും പ്രസിഡന്റായി PH നിയാസിനെയും ട്രഷററായി സുകന്യ ബൈജുവിനെയും തെരഞ്ഞെടുത്തു. ഏകദിന വാസ്തുശാസ്ത്ര ശില്പശാല തൃശൂരിൽ. കേരള വാസ്തുവിദ്യാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല 2026 ജൂൺ 21 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ തൃശൂർ PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തും. കേരള വാസ്തുവിദ്യാ അക്കാദമി ചെയർമാനും ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ CS ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ശില്പശാല അഡ്വക്കേറ്റ് MU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്യും. എല്ലാം കൊണ്ടും സാധാരണക്കാരായിട്ടുള്ള എഞ്ചിനീയർമാർക്കും ആർക്കിടെക്ട്സുകൾക്കും അതുപോലെ തന്നെ മറ്റ് വാസ്തു വിദ്യ കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു ശില്പശാലയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വാസ്തുവിദ്യ പണ്ഡിതരായ P വിജയൻ, വിനോദ് കുമാർ, TG ശലഭ, VM ആനന്ദൻ എന്നിവർ ശില്പശാലയിൽ നേതൃത്വം നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. 9037551942 9388552788. സ്വന്തം വീടിനെ വായനശാലയാക്കി. അതിഥികളെ സ്വീകരിക്കാൻ മാത്രമല്ല, അറിവിന്റെയും സ്വപ്നങ്ങളുടെയും അക്ഷര വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും ഒരു വീടിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കാമെന്ന് തെളിയിക്കുകയാണ് കാറളം സ്കൂളിന് സമീപമുള്ള വായന എന്ന വീട്. പുസ്തകങ്ങളിലൂടെ മനുഷ്യരെ കൂട്ടിയിണക്കുന്ന അപൂർവമായൊരു ഇടമാണ് വായന എന്ന പേരുള്ള ഈ വീട്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായ റഷീദ് കാറളം തന്റെ സ്വകാര്യ പുസ്തക ശേഖരം സമൂഹത്തിന് തുറന്നുകൊടുത്താണ് ഈ വേറിട്ട സംരംഭത്തിന് തുടക്കമിട്ടത്. നമ്മൾ മാത്രം വായിച്ചാൽ പോരല്ലോ, ചുറ്റുമുള്ള സമൂഹവും വായിക്കേണ്ടേ എന്ന ചിന്തയാണ് വീട്ടിൽ ഒരു പൊതു ലൈബ്രറി ഒരുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. 2000-ലധികം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വായനശാല പ്രദേശത്തെ വായനാപ്രേമികളുടെ സജീവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ ലൈബ്രറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അംഗത്വ ഫീസ് ഇല്ല എന്നതാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആർക്കും ഇവിടെ അംഗമാകാം. പുസ്തകമെടുത്ത് വായിക്കുക, 15 ദിവസത്തിനകം തിരികെ നൽകുക, അതുമാത്രമാണ് നിബന്ധന. ക്രമമായി നമ്പർ നൽകി കാറ്റലോഗ് ചെയ്ത പുസ്തകങ്ങൾ ഷെൽഫുകളിൽ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്. രജിസ്റ്റർ പരിശോധിച്ച് ഇഷ്ടപ്പെട്ട പുസ്തകം എളുപ്പത്തിൽ കണ്ടെത്താം. തൃശൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ KSRTC കൂടുതൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കണമെന്ന് ആം ആദ്മി പാർട്ടി. സ്ത്രീകൾക്ക് പൊതുഗതാഗതത്തിൽ സൗജന്യ യാത്ര ഉറപ്പാക്കിയ UDF സർക്കാരിന്റെ തീരുമാനത്തെ ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി സ്വാഗതം ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ഡൽഹിയിലും പഞ്ചാബിലും വിജയകരമായി നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളിലൊന്നായ സ്ത്രീകൾക്ക് പൊതുഗതാഗതത്തിൽ സൗജന്യ യാത്ര എന്ന മാതൃക കേരളത്തിലും നടപ്പിലാക്കണമെന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അതേസമയം തൃശൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ KSRTC ഓർഡിനറി സർവീസുകൾ വളരെ കുറവായതിനാൽ ഈ പദ്ധതിയുടെ യഥാർത്ഥ പ്രയോജനം നിരവധി സ്ത്രീകൾ യാത്രക്കാർക്ക് ലഭിക്കുന്നില്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി. അതിനാൽ തൃശൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ ആവശ്യമായ തോതിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിച്ച് സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കണമെന്ന്
ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ പോളി ഫ്രാൻസിസ്, ബിന്നി പോന്തോക്കൻ, ജിമ്മി, ജോസഫ് പുതുക്കാട്, രാജീവ്, തോമസ്, ലോറൻസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ ദേശീയ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾ തുടങ്ങി. ജില്ലയിലെ സെൻസസ് 2027 പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. ആദ്യ ദിനം തന്നെ ജില്ലയിൽ നിരവധി പേരാണ് സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടലിൽ രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വമേധയാ സെൻസസ് വെബ് പോർട്ടലിൽ നൽകാൻ കഴിയുന്ന സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മാസം സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ വിവരങ്ങൾ നൽകേണ്ടതില്ല. പകരം എന്യൂമറേഷൻ ID ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതിയാകും. 2 ആഴ്ച മാത്രമാണ് സ്വമേധയാ വിവരങ്ങൾ നൽകാൻ അവസരം ലഭിക്കുക. അതിനുശേഷം ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങും. മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ se.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നമസ്കാരം, ഞാൻ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ. നമ്മുടെ ജില്ലയിൽ 2027 സെൻസസിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപുള്ള സെൻസസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം മുതൽ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ നമുക്ക് തന്നെ നമ്മുടെ വിശദാംശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് sc.census.gov.in എന്ന സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ സംസ്ഥാനം, നിങ്ങൾ താമസിക്കുന്ന പ്രദേശം, അതുപോലെ നിങ്ങളുടെ വീടിന്റെ GPS ലൊക്കേഷൻ ടാഗ് ചെയ്ത് അതിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുക്കുക. തുടർന്ന് ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേര് നൽകണം. ഒരു മൊബൈൽ ഫോൺ നമ്പറും വേണം. മൊബൈൽ ഫോൺ നമ്പർ ഒരു വീടിന്റെ വിവരങ്ങൾ നൽകാൻ മാത്രമേ ഉപയോഗിക്കാവൂ. ശേഷം ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന OTP കൂടി നൽകുന്നതോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. വീട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരഞ്ഞെടുത്ത് വില്ലേജ്, ടൗൺ, സ്ഥലം എന്നിവ നൽകിയാൽ നിങ്ങളുടെ പ്രദേശത്തിന്റെ ഒരു ഭൂപടം ദൃശ്യമാവും. ഇതിൽ നിന്ന് വീട് നിലനിൽക്കുന്ന സ്ഥലം കൃത്യമായി തിരഞ്ഞെടുക്കണം. തുടർന്നാണ് സെൻസസ് ചോദ്യങ്ങൾ ദൃശ്യമാകുക. ആകെ 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിനായുള്ളത്. ചോദ്യങ്ങൾ ഓരോന്നായി ദൃശ്യമാവും. ഒപ്പം അവയുടെ ഉത്തരവും ഉണ്ടാകും. അവയിൽ നിന്ന് ഓരോരുത്തരുടെയും വീടുമായി യോജിച്ചത് മാത്രം തിരഞ്ഞെടുത്താൽ മതി. വിവരങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പരിശോധിക്കാനുള്ള അവസരം ലഭിക്കും. വേണമെങ്കിൽ കൊടുത്ത ഓപ്ഷനുകളിൽ മാറ്റം വരുത്താം. എല്ലാം ശരിയാണെങ്കിൽ മറുപടികൾ സെൻസസ് പോർട്ടലിലേക്ക് സമർപ്പിക്കാം. വിവരങ്ങൾ നൽകിക്കഴിയുന്നതോടെ 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൽഫ് എന്യൂമറേഷൻ പരിപാടിയുടെ ഭാഗമായി ചാലക്കുടി താലൂക്ക് തല ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീലേഖ സന്ദീപ് വിവരങ്ങൾ പോർട്ടൽ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഭാരത് സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി നമ്മുടെ എല്ലാവരുടെയും വ്യക്തിഗത വിവരങ്ങൾ നമ്മൾ നൽകിയിരിക്കണമെന്നാണ്. ഞാൻ എന്തായാലും സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി എൻ്റെ വിവരങ്ങൾ നൽകി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഇതിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ നാടിന്റെ പുരോഗതിയുടെ ഭാഗമായി മാറും. തഹസിൽദാർ ശ്രീജ, രഞ്ജിത്ത്, പ്രശാന്ത്, ജോബി, നവദീപ് എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.